തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ് വിജയ്. ദളപതി 69 ആയിരിക്കും വിജയുടെ അവസാന സിനിമയെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇപ്പോഴിതാ ദളപതി 69 സിനിമയുടെ പേരിനെ ചൊല്ലിയുള്ള ചർച്ചകളാണ് സജീവമാകുന്നത്. നാളെയെ തീർപ്പ് എന്നായിരിക്കും വിജയ് ചിത്രത്തിന്റെ പേരെന്നാണ് അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തമിഴകത്തിന്റെ വിജയ് ആദ്യമായി നായകനായ ചിത്രമാണ് നാളെയെ തീർപ്പ്. അതേ പേരു തന്നെ അവസാന ചിത്രത്തിനും സ്വീകരിക്കാനാണ് ആലോചന. വിജയുടെ ദളപതി 69 സിനിമയുടെ പേരിന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. എച്ച് വിനോദാണ് വിജയ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ബോക്സ് ഓഫീസിൽ 1000 കോടി തികച്ച് സിനിമയിൽ നിന്ന് മാറാൻ ദളപതി 69 വിജയ്ക്കാകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായാകും ആരാധകരുടെ കാത്തിരിപ്പ്. എല്ലാതരം ഇമോഷണലുകൾക്കും സംവിധായകൻ എച്ച് വിനോദ് ചിത്രത്തിൽ പ്രാധാന്യം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാസ്റ്റിംഗും അത്തരത്തിലുള്ളതാണെന്നാണ് താരങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ സിനിമാ ആസ്വാദകർക്ക് മനസ്സിലാകുന്നതും. എന്നാൽ വിജയ് രാഷ്ട്രീയം പറയുന്ന ചിത്രമായിരിക്കുമോ ദളപതി 69 എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ദളപതി 69 സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയെന്ന് മാത്രമല്ല, ദ്രുതഗതിയിലാണ് ചിത്രം പുരോഗമിക്കുന്നത്. വലിയ ക്യാൻവാസിലുള്ള ഒരു ഗാനരംഗം ചിത്രീകരിച്ചാണ് വിജയുടെ ദളപതി 69 തുടക്കം കുറിച്ചിരിക്കുന്നത്. ശേഖർ മാസ്റ്ററാണ് കോറിയോഗ്രാഫി നിർവഹിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. പൂജ ഹെഗ്ഡെ, മമിത, നരേൻ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, പ്രിയാമണി, മോനിഷ ബ്ലസി തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.